ഈ പോകുന്ന ഈ രണ്ട് വഴികൾ നാം മനസ്സിലാക്കി നാം അതിനെ അടയ്ക്കുവാൻ ചില എഫേർട്ടുകൾ, ചില വേലകൾ, ചില ബലപ്രയോഗങ്ങൾ നമ്മുടെ ഭാഗത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി ഇനി ആ വിശ്വാസം പോകുന്ന വഴികളിൽ ഒരു വേലി കെട്ടുക. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉണ്ടാകും, ഏതാണ് ആ വിശ്വാസം പോകുന്ന വഴികൾ? നിങ്ങൾ ദൈവത്തിൽ തീരുമാനമെടുക്കുക. ദൈവം ഇത് നിങ്ങളെ അറിയിച്ചാൽ ആ വിശ്വാസം പോകുന്ന വഴിയിൽ അടയ്ക്കുവാൻ നിങ്ങൾ തീർച്ചയായും തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പോൾ ദൈവം തന്ന വെളിപ്പാടുകൾ നിങ്ങൾക്കും പ്രാപിക്കുവാനിടയാകും. കർത്താവായ യേശു വിശ്വാസം വരുന്നതിനെ കുറിച്ച് മാത്രമല്ല, വിശ്വാസം പോകുന്നതിനെ കുറിച്ചും പറയുവാനിടയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലരും ശ്രദ്ധിച്ചില്ല, നമ്മൾ പലരും അത് മനസ്സിലാക്കാനിടയായില്ല. കർത്താവ് പത്രോസിനോട് പറയുന്ന രംഗമുണ്ട്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പേറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനാ? നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ. അപ്പോൾ വിശ്വാസം വരുന്നത് പോലെ തന്നെ പോകുമെന്നും കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നാം പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവായ യേശു രക്ഷിതാവായി സ്വീകരിച്ച ദൈവീയ കുടുംബത്തിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമ്പൂർണമായ ആ കുടുംബത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകണം. കാരണം ഈ നാം കാണുന്ന ലോകം, നാം പണിയെടുക്കുന്ന ഹോസ്പിറ്റൽ, നാം ജോലിയെടുക്കുന്ന ഫാക്ടറി, നാം ആയിരിക്കുന്ന കട, ഇതൊന്നും അധികം ദിവസത്തേക്കില്ല, ഇത് അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ ലോകപരമായ മനസ്സെന്ന് പറയുന്നത് അതിലേക്ക് പൂർണ്ണമായി കൊടുക്കുക എന്നുള്ളതാണ്. നിത്യമായതിന് കൊടുക്കാതെ അതിലേക്ക് ആ താൽക്കാലികമായതിലേക്ക് കൂടുതലായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോകപരമായ മനസ്സ്. നമ്മൾ ഇന്നും പലപ്പോഴും അതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകരുത്. നമ്മൾ തിരിയണം. നിങ്ങൾ ഒരു തിരിവ് ആവശ്യമാണ്. ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോ. നിങ്ങൾക്കൊരു തിരിവ് ആവശ്യമാണ്. ഇതുപോലെ ഇന്ന് വിശ്വാസികളായി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്കൊരു തിരിവ് ആവശ്യമാണ്. എവിടെ നിന്നാണ് തിരിയേണ്ടത്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഒരു തിരിവ് ആവശ്യമാണ്. മറ്റേ രീതിയിൽ പറഞ്ഞാൽ താൽക്കാലികത്തിൽ നിന്ന് നിത്യതയിലേക്ക്, നിത്യമായതിലേക്ക് ഒരു തിരിവ് ആവശ്യമാണ്. ആമേൻ. ഭൗതികതയിൽ നിന്ന് സ്വർഗീയമായതിലേക്ക് ഒരു തിരിവ് ആവശ്യമാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഇവിടെ ചില കാര്യങ്ങളെ മനസ്സിലാക്കാവുന്നത് എന്താണ് വിശ്വാസം? വളരെ എളുപ്പമാണ് വിശ്വാസം പഠിക്കുവാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആമേൻ. നമുക്ക് പലർക്കും ഇത് ബൈബിളിലെ ഒരു വാക്യം, കാണാപ്പടം പഠിച്ച ഒരു വാക്യമായിട്ടാണ് നമുക്ക് അറിയാവുന്നത്. എന്നാൽ ഇതിന് വളരെ വലിയതുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ റാസൽ കെമ ചർച്ചിലെ വെള്ളിയാഴ്ച മീറ്റിൽ കടന്നു വരുന്നെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് ദി ഗിഫ്റ്റ് ബോക്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഗിഫ്റ്റ് ബോക്സ്. അത് എന്താണ് ആ ഗിഫ്റ്റ് ബോക്സ്? ആ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് അതൊരു ഹെവൻലി മനുഷ്യനെ കുറിച്ചുള്ളതാണ് ആ ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. അപ്പൊ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഭൗതിക ശരീരത്തിലെ വ്യക്തിയല്ല, മെയിന്റനൻസ് വേണ്ട വ്യക്തിയല്ല, ഈ ലോകത്തിൽ അവസാനിക്കുന്ന വ്യക്തിയല്ല, ഒരു സെമത്തേരി കൊണ്ട് തീരുന്ന വ്യക്തിയല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഹെവൻലി മാനാണ്. അവൻ ആത്മീയ മനുഷ്യനാണ്. അവൻ ദൈവരാജ്യത്തിലാണ് ജനിച്ചിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സ്വർഗീയ മനുഷ്യനെ എടുത്ത് നമ്മളുടെ ആ മനസ്സിൽ, ഹൃദയത്തിൽ ധരിക്കുക എന്നുള്ളതാണ് വിശ്വാസം. ഈ കാണാത്ത ഈ മനുഷ്യനെ, ആ മനുഷ്യന്റെ സാഹചര്യത്തെ, ഇതെല്ലാം എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ ധരിക്കുക. ഇതാണ് വിശ്വാസം. നമുക്കുള്ളതിനെ നമ്മളെടുത്ത് ഹൃദയത്തിൽ ധരിക്കുക. എന്താണ് വിശ്വാസം? കാണാത്തതിനെ കുറിച്ചുള്ള നിശ്ചയമാണ് വിശ്വാസം. അതിനെക്കുറിച്ചുള്ള തെളിവാണ് വിശ്വാസം. അതിനെക്കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം. പുതിയതായി ജനിക്കപ്പെട്ട ആ പുതിയ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് അറിവില്ല. പക്ഷേ നമ്മൾ വചനത്തിലൂടെ ആ വ്യക്തിയെ കാണുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിനോട് ചേരുന്ന ഒരുവൻ അവൻ ക്രിസ്തുവുമായി ഏകാത്മാവായി തീർന്നിരിക്കുന്നു. ആ ഏകാത്മാവായി തീർന്നിരിക്കുന്ന വ്യക്തിയാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയെ എടുത്ത് നമ്മുടെ സോളിൽ, നമ്മൾ ചിന്തിക്കുന്ന ഹൃദയത്തിൽ ധരിക്കുകയാണ് വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? ആമേ. ആ സ്വർഗീയ മനുഷ്യനെ എടുത്ത് നമ്മുടെ സോളിൽ ധരിക്കണം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് വിശ്വാസം? ആ പുതിയ സൃഷ്ടിയെ എടുത്ത് നമ്മുടെ സോളിൽ, നമ്മുടെ ഹൃദയത്തിൽ ധരിക്കുക എന്നുള്ളതാണ് വിശ്വാസം. പ്രിയരെ, നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്,
ഇവിടെ രണ്ട് ബ്ലോക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ലോകം, മറ്റൊന്ന് ദൈവരാജ്യം. ലോകം ഇവിടെ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നു. എന്നാൽ ദൈവരാജ്യം ഇവിടെ കാണിച്ചിരിക്കുന്നത് യെല്ലോ കളറിൽ, മഞ്ഞ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ വചനപ്രകാരം മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ്, ദേഹി, ദേഹമാണ്. 1 തെസ്സലോനിക്കർ 5:23 അങ്ങനെ പറയുന്നു. അപ്പോൾ ആത്മാവ്, ദേഹി, ദേഹമായി മനുഷ്യൻ. ഇവന്റെ ഈ ദേഹം എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത് അവൻ വസിക്കുന്ന വീടാണ്, അവന്റെ ഭവനമാണ്. മനുഷ്യനല്ല ശരീരം, മനുഷ്യൻ വസിക്കുന്ന ഭവനമാണ് ശരീരം. ഈ ഭവനം, ഈ ലോകത്തുള്ള ഭവനങ്ങൾ അതിന് 20, 25, 30 വർഷം ആയുസുള്ളതുപോലെ നമ്മൾ താമസിക്കുന്ന ഇഷ്ടികയും കല്ലും കൊണ്ടുണ്ടാക്കിയ ഭവനം, അതിന് 20, 25, 30 വർഷം ആയുസുള്ളതുപോലെ നമ്മൾ താമസിക്കുന്ന ഈ മണ്ണുകൊണ്ടുള്ള ഈ ഭവനം, അതായത് നമ്മളുടെ ശരീരം, ഇതിനും ഒരായുസുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു 70, ഏറിയായ 80, അതിനും ഒരായുസുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ബുദ്ധിഹീനമായ ചിന്തയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ശരീരമാണ്. അവന്റെ ശരീരത്തിന് വേണ്ടിയാണ് ഓടുന്നത്, അവന്റെ കൂടെയുള്ളവരുടെ ശരീരത്തിന് വേണ്ടിയാണ് അവൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം അകത്തുള്ള ഒരിക്കലും നശിക്കാത്ത ആത്മീയ മനുഷ്യന് വേണ്ടി ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ ദൈവം താൽക്കാലികമായ ശരീരവും സൂക്ഷിക്കാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയ ദൈവജനമേ, ഈ ശരീരം എന്ന് പറയുന്നത് മനുഷ്യൻ വസിക്കുന്ന വീടാ. എന്നാൽ ഈ സോൾ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഇതാണ് മനുഷ്യൻ. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി 2:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള സോളായി, ദേഹിയായി തീർന്നു. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ജീവനുള്ള ദേഹി. ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവുള്ള ഒരു ദേഹിയാണ് മനുഷ്യൻ. അപ്പോൾ ഭൂമിയിലെ മനുഷ്യൻ എന്ന് പറയുന്നവൻ ദേഹിയാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾ ചോദിക്കും, ആത്മാവ് എന്താണ്? ദൈവത്തിന്റെ വചനം സദൃശവാക്യം പറയുകയാണ്, മനുഷ്യനിലെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. അതോടൊപ്പം തന്നെ സഭാപ്രസംഗി പറയുന്ന രംഗം ഇതാണ്, ആത്മാവ് അതിന്റെ ഉടയവനായ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. അപ്പോൾ മനുഷ്യനിലെ ആത്മാവ് ദൈവത്തിന്റെ ദീപമാണ്. അത് ഊതിയത് മറ്റാരുമല്ല, ദൈവം തന്നെയാ മനുഷ്യനിലേക്ക് ഊതിയത്. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പാർട്ട് എന്ന് ആദം പാപം ചെയ്തുവോ അന്ന് ദൈവത്തിന്റെ പാർട്ട് പിടിക്കുവാനാണ് എപ്പോഴും പിശാചിന് താല്പര്യം. മനുഷ്യനെ സമ്പൂർണമായി പിടിച്ചു, മനുഷ്യന്റെ ആത്മാവ് അവൻ കറപ്റ്റ് ചെയ്തു, ദേഹി, ശരീരം എല്ലാം കറപ്റ്റ് ചെയ്തു. അതോടുകൂടെ ആത്മലോകവുമായുള്ള ബന്ധം ആദത്തിന് നഷ്ടപ്പെട്ടു. ആദത്തിന് പിന്നെ ആത്മലോകം കാണാൻ കഴിയാതെയായി. ആദത്തിന് ഇന്ന് നമ്മളെ പോലെ ഭൗതിക ലോകം മാത്രം കാണുന്നൊരവസ്ഥയായി. എന്നാൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിന് ആത്മലോകവും ഭൗതിക ലോകവും ഒരേപോലെ കാണാമായിരുന്നു. ദൈവത്തോടൊപ്പം നടക്കാമായിരുന്നു, അതോടൊപ്പം തന്നെ തോട്ടത്തിൽ വേല ചെയ്യാമായിരുന്നു. രണ്ട് ഭാഗങ്ങളും, ആദത്തിന്റെ 2 ഭാഗങ്ങളും ആദത്തിന് കാണാൻ കഴിയാമായിരുന്നു. ആദം എന്ന് പറഞ്ഞാൽ ലീവിംഗ് സോളാണ്. അപ്പോൾ തുടർന്ന് ആദത്തിന്റെ ആത്മഭാഗം മരിച്ചപ്പോൾ, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. തീർച്ചയായും ദൈവത്തിന്റെ വചനം നമുക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകും, ഞാൻ ആദം തിന്നിട്ടും മരിച്ചില്ലല്ലോ. നമ്മളുടെ ഐഡിയയിലാണ് ആദം തിന്നിട്ടും മരിച്ചില്ല എന്ന് നമ്മൾ പറയുന്നത്. ദൈവം അതുകൊണ്ട് അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ദൈവം ആ മരിക്കുമെന്നുള്ളതിന്റെ മുമ്പിൽ ഒരു കാര്യം കൂടി ദൈവം ചേർത്തു, തിന്നുന്ന നാളിൽ നീ തീർച്ചയായും മരിക്കും. എങ്ങനെ മരിക്കും? തീർച്ചയായും മരിക്കും. ഇന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുവെങ്കിൽ മരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ, തിന്നുന്ന നാൾ നീ തീർച്ചയായും മരിക്കും. മരിക്കുമല്ല, തീർച്ചയായും നീ മരിച്ചിരിക്കും. അപ്പോൾ പ്രിയരെ, ആദം അന്ന് മരിച്ചു. എവിടെയാണ്? ദൈവവുമായിട്ടുള്ള ആത്മാവിന്റെ ബന്ധത്തിൽ ആദം മരിച്ചു. നമ്മുടെ ഭൗതിക ശരീരത്തിലൂടെയാണ് നമ്മൾ ഈ ലോകത്തുള്ളവരെ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്. ഇതേപോലെ ആദത്തിന് ഭൗതിക ശരീരം മാത്രമല്ല, ആത്മശരീരവും ഉണ്ടായിരുന്നു. ആത്മശരീരത്തിലൂടെയാണ് ആത്മലോകത്തുള്ളവരെ സ്പർശിക്കുകയും ആത്മലോകത്തുള്ളവരെ തൊടുകയും ചെയ്യുന്നത്. സ്പർശിക്കുക, ആത്മലോകവുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് ആത്മീയ ശരീരത്തിലൂടെയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ആദം എന്ന പാപം ചെയ്തുവോ അപ്പോൾ ആദം സോളായിരിക്കുന്ന ആദത്തിന് ആത്മലോകവുമായി സ്പർശിക്കുവാനോ തുടർന്ന് ആത്മലോകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനോ കഴിയാതെയായി. അപ്പോൾ ആദം ആത്മാവിൽ മരിച്ചു. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് വിശ്വാസം എന്നാണ് പറഞ്ഞു വരുന്നത്. ബിഗിനിങ് മുതൽ നിങ്ങൾക്ക് മനസ്സിലായ വിശ്വാസം മനസ്സിലാകാൻ എളുപ്പമാണ്. ആദത്തിന് ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിന് വിശ്വാസം ആവശ്യമായിരുന്നില്ല.
കാരണം കാണാത്തതിനെയാണ് വിശ്വസിക്കേണ്ടത്. ആദം എന്ത് കാണുന്നുണ്ട്? ആത്മമണ്ഡലം വളരെ വ്യക്തമായി ആദം കാണുന്നുണ്ട്. ആദത്തിന് വിശ്വാസം ആവശ്യമില്ല. പക്ഷേ ആദം ആത്മാവിൽ മരിച്ചതിന് ശേഷം അവന്റെ സോള് ആത്മാവുമായി ഡിസ്കണക്ട് ചെയ്യപ്പെട്ട ശേഷം ആത്മമണ്ഡലം അവൻ കാണുവാൻ കഴിയുന്നില്ല. ഇനി ആത്മമണ്ഡലം കാണണമെങ്കിൽ ദൈവം പറയുന്ന വാക്കുകളിലൂടെ ഇന്നിന്ന കാര്യങ്ങൾ ആത്മമണ്ഡലത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നാം മനസ്സിലാക്കി കഴിഞ്ഞ് അതിൽ വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആത്മമണ്ഡലം കാണുവാനേ കഴിയുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ പവർ പോയി. ഈ പവർ പോയി കഴിഞ്ഞപ്പോൾ ഈ റൂമിലെ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് പലർക്കും ദാഹിക്കുന്നുണ്ടാകാം, പക്ഷേ വെള്ളം ടേബിളിൽ ഇരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ്, ഇവിടെ ഇരുട്ടാണ്, ഇവിടെ ഒന്നും കാണുന്നില്ല, നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. അപ്പൊ ഒരു വ്യക്തി പറയുകയാണ്, നിങ്ങൾ ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ച് നിങ്ങളുടെ കൈ ഇടത്തേക്ക് ഒരു ഫർലോങ് അല്ലെങ്കിൽ ഒരു അടി നീക്കിയാൽ നിങ്ങളുടെ കൈ ഒരു വെള്ളം ഇരിക്കുന്ന കുപ്പിയിൽ കിട്ടും. പക്ഷേ ഈ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അനങ്ങാതെ ഇരുന്നാൽ അതിന്റെ അർത്ഥം ഈ വാക്ക് നിങ്ങൾ എന്തായി ഭവിച്ചില്ല? വിശ്വാസമായി ഭവിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് വിശ്വാസമായി ഭവിക്കണം. ഇപ്പോൾ ദൈവം ഇന്ന് ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. മകനെ മകളെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത് നിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, നീ നിന്റെ കണ്ണ് തുറന്ന് ഒന്ന് നോക്കിയാട്ടെ, നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചാട്ടെ, നീ അത് കാണുവാനിടയാകും. പക്ഷെ ഇന്ന് നമുക്ക് പലർക്ക് അത് എന്താണ് വിശ്വാസം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രിയ ദൈവത്തിന്മേ, ഇന്ന് നമുക്ക് വേണ്ടതല്ല നമ്മുടെ ചുറ്റും ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് ദൈവം ഇപ്പോഴല്ല ചെയ്തത്, അത് പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ ദൈവം ചെയ്തതാ. നമ്മളെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ചെയ്തതാ. മനുഷ്യന് വേണ്ടിയുള്ള സകലതും ഒരുക്കിയിട്ടത്രേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവം ഇന്നലെ ഇന്നും നാളെയും മാറാത്തവനാണ്. പലപ്പോഴും നമ്മളത് അനുഭവിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവ വിഷയത്തിനോ ദൈവത്തിനോ നാം മൂല്യം കൊടുക്കുന്നില്ല, വാല്യൂ കൊടുക്കുന്നില്ല. പകരം എപ്പോഴും വിക്കാണ് വാല്യൂ കൊടുക്കുന്നത്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഇപ്പോൾ പുതിയതായിട്ട് എഴുതുന്ന പുസ്തകത്തിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്ന വാല്യൂ അതിനെ പലപ്പോഴും മനുഷ്യൻ സ്മോൾ ലെറ്റർ കൊടുക്കുകയും എന്നാൽ മനുഷ്യന് കൊടുക്കുമ്പോൾ ആ WE എന്ന് പറയുന്ന വി ക്യാപിറ്റൽ ഇടുകയും ചെയ്യുകയാണ്. ഇതാണ് ദൈവമക്കളുടെ കുഴപ്പം. നമ്മുടെ കാര്യങ്ങളെല്ലാം ക്യാപിറ്റൽ, ആ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം സ്മോൾ ലെറ്റർ. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ബൈബിളിൽ ഗോഡ് എന്ന് പറയുമ്പോൾ എല്ലാം ക്യാപിറ്റൽ G ആയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനൊക്കെ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് എല്ലാം ക്യാപിറ്റൽ കൊടുക്കുന്നു, ദൈവത്തിന് എല്ലാം സ്മോൾ കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയം ആർക്ക് കൊടുക്കുന്നു? ദൈവത്തിന് കൊടുക്കുന്നു. ഏറ്റവും പ്രധാന ഭാഗങ്ങൾ നമ്മൾ ആർക്ക് കൊടുക്കുന്നു? നമുക്ക് വേണ്ടി എടുക്കുന്നു. അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നാം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിനൊരു മൂല്യം കൊടുത്താൽ ദൈവം നമുക്ക് മൂല്യം തരും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് മനസ്സിലാക്കുക, ഈ ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയാട്ടെ. ഇനി ആദം മരിച്ചു, ആദത്തിന്റെ ആത്മാവിൽ മരിച്ചു, അവനൊന്നും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ആത്മാവ്, ഇവന്റെ ദേഹിക്കൊന്നും സംഭവിച്ചില്ല, ഇവന്റെ ശരീരത്തിലൊന്നും സംഭവിച്ചില്ല. ഇവന്റെ ആത്മാവിൽ അവൻ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു. ശ്രദ്ധിക്കുക, ഇവന്റെ ആത്മാവിൽ, ഇവിടെ ബോഡി സോള്, നിങ്ങൾ സ്പിരിറ്റ് ആ കണ്ടിരുന്ന ആ ഭാഗത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ആത്മാവ് ആ പിശാചിന്റെ കീഴിൽ നിന്ന്, ലോകം പിശാചിന്റെ കീഴില്, ദൈവരാജ്യ പിതാവിന്റെ കീഴിലുമാണ് കിടക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചാട്ടെ ദൈവത്തിന്റെ മക്കളെ, ആത്മാവ് ആ കറുത്ത ആ അവസ്ഥകൾക്ക് മാറ്റം വന്നിട്ട് അത് പുതിയൊരു മനുഷ്യനായി ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തിയാണ് ഹെവൻലി മാൻ. ഈ വ്യക്തിയാണ് എബ്രാനിയോസ് ആന്ത്രപ്പോസ്. ആന്ത്രപ്പോസ് വെച്ചാൽ മനുഷ്യൻ, എബ്രാനിയോസ് വെച്ചാൽ ഹെവൻലി മനുഷ്യനാണ് ഈ പുതിയതായി ജനിക്കപ്പെട്ട വ്യക്തി. ഇനി കർത്താവ് പറയുന്നത് എന്നാന്നറിയാമോ? ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട ലോകമല്ല, ഇനി നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പേ, അവിടുത്തെ പ്രവർത്തന രീതി അന്വേഷിപ്പേ. കാരണം നീ അവിടെ ജനിച്ചിരിക്കുന്നു, നീ അവിടെ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നീ അവിടെ വീണ്ടും ജനിച്ചിരിക്കുന്നു. പക്ഷെ ദൈവമക്കൾക്ക് ഇത് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവദാസന്മാർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് പരിജ്ഞാനമില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കണം, ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കണം. എങ്കിൽ നമുക്ക് പരിജ്ഞാനം ലഭിക്കുവാനിടയാകും. അല്ല എങ്കിൽ നമ്മൾ പറയൂ, നമ്മൾ പല പല ലോകത്തിലെ കാര്യങ്ങൾ പറയൂ, ഈ ലോകത്തിൻ്റെതായ പല നിയമങ്ങളും പല കാര്യങ്ങൾ നമ്മളും പറഞ്ഞുകൊണ്ട് ഉപവാസത്തിന് ഇത്ര സ്റ്റെപ്പുകളുണ്ട്, മറ്റുള്ള സമാഗമന കൂടാരത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെ മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം.